കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു. അത് പറയുന്നത് ഞാൻ എന്തോ മുസ്ലിമുകളെ ചീത്ത വിളിച്ചു, ഞാൻ മുസ്ലിം വിരുദ്ധനായി. എന്ത് തോന്നിയ ദിവസം പറയുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. കാരണം ഞാൻ മുസ്ലിമുകളെയോ അല്ലെങ്കിൽ അവരുടെ മതത്തിനോ ഒരു വരി അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും കാണിച്ചു തരാമോ? ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനെന്തോ വലിയ മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ എന്തോ മുസ്ലിം വിരുദ്ധത പറഞ്ഞു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അപ്പോൾ ഞാനിതറിയാൻ വേണ്ടി നിങ്ങൾ കൊമൻസ് വായിച്ച് നോക്കും, അപ്പോൾ മനസ്സിലാവും. ഞാൻ ഇന്നലെ ഒരു 8-10 കൊമൻസ് വായിച്ചു. കറക്റ്റാണ്, അയാൾ പറഞ്ഞത് ശരിയാണ്. ഈ രീതിയിലാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ്. പക്ഷേ അല്ലാതെ ഞാൻ ഈ മതത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ മുസ്ലിമുകളെക്കുറിച്ച് കൂട്ടായമായിട്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കത് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്. ഇത്രയും കാലം നമ്മുടെ ഈ ചാനലിൻ്റെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എന്ന് പറയുന്നത് മുസ്ലിമുകൾ തന്നെയായിരുന്നു. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമുള്ളൂ. ഏതാണ്ട് 97-98%, അതായത് 97-98% ഇത് കണ്ടിരുന്ന മുസ്ലിമുകളാണ്. കാരണം എന്താ, ഞാൻ നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുമ്പോൾ സുഖിച്ചവർ മുസ്ലിമുകൾ തന്നെ. അവർക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യമായതുകൊണ്ടല്ലേ അവർ വന്നത്, അല്ലാതെ എന്നോട് പ്രത്യേകിച്ച് സ്നേഹം കൊണ്ടൊന്നും അല്ല. ഞാൻ മോദിയെ തെറി വിളിക്കുന്നു, ഇവരെല്ലാവരും വന്നിരുന്ന് കേട്ടു, ശരി തന്നെ എന്ന് പറഞ്ഞ് എൻ്റെ ചില കാര്യങ്ങളുള്ള നിലപാടുകൾ മാറ്റണമെന്ന് ഞാൻ ഒരുക്കമല്ല. വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിമുകൾ കിടന്ന് ഈ കാട്ടിക്കൂട്ടുന്ന ഈ വൃത്തികേടുകൾ അത് വെറും ശുദ്ധ പോകിരിതരമാണ്. അല്ലെങ്കിൽ അതിനാണ് ഈ ഭീകരത എന്ന് പറയുന്നത്. അതാണ് ഈ മുസ്ലിം ഭീകരത എന്ന് പറയുന്നത്. അത് ഇങ്ങനെയുള്ള പിടിവാശി അത് തന്നെയാണ്. അത് ഞാൻ തുറന്നു പറഞ്ഞു. എനിക്കത് പറയാനായിട്ട് എനിക്ക് ആരെയും മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരുടെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ ചാനലിൻ്റെ പ്രേക്ഷകർ 98% മുസ്ലിമുകളാണെന്ന് പറഞ്ഞിട്ട് അവർ വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ ഞാനത് തുറന്നു പറയും. അതിനാണ് നിലപാടെന്ന് പറയുന്നത്. ഈ ലോകത്ത് ഒരു യൂട്യൂബറും ഇത് ചെയ്യില്ലായിരിക്കും. ആ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും വലിയ ഓഡിയൻസിനെ വെറുപ്പിച്ചുകൊണ്ട് ചാനലിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചറിയാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചാനൽ പൂട്ടിപ്പോയാലും എനിക്ക് പ്രശ്നമല്ല. ഇതിന് മുമ്പ് പൂട്ടിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പട്ടിണിയായൊന്നുമില്ലോ. ചാനൽ നടത്തിയല്ല ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 1 ലക്ഷത്തിന് മുകളിലുള്ള സബ്സ്ക്രൈബേഴ്സ് വട്ടപൂജ്യം ആവണം. അതുവരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കാം, വട്ടപൂജ്യമാണ്. പക്ഷേ എന്നിട്ടും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ പോകുന്നില്ലല്ലോ. ഇപ്പം ഞാൻ കോമൻസ് നോക്കിയപ്പോൾ എല്ലാവരും വന്ന് തെറി വിളിച്ചോണ്ടി ഉത്തമ സമുദായം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അയ്യോ, പറയുമ്പോൾ എന്താണ് നന്മ കാരുണ്യം എന്നൊക്കെ പറയും. പക്ഷെ പച്ച തെറി, അച്ഛനെ അമ്മയെല്ലാം വെറുതെ ഇരുന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് പറഞ്ഞിട്ടാ? അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിച്ചു, നരേന്ദ്രമോദിയെ അനുകൂലിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ ഈ വന്ദേ മാതരത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അതല്ലേ, അല്ലാതെ ഞാൻ ഇവൻ്റെ മതത്തിനോ ഇവനൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക. പറയുമ്പോൾ ഉത്തമ സമുദായം എന്നാണ് പറയുന്നത്. ഈ ലോകം മുഴുവൻ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നത് ഈ കയ്യിലിരിപ്പുണ്ടാ. കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ലോകം മുഴുവൻ വേട്ടയാടപ്പെടും. ഇപ്പോൾ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. പറയുമ്പോൾ ഇസ്ലാമോഫോബിയ, ഞങ്ങളെപ്പോഴും വേട്ടയാടപ്പെട്ടുണ്ട്, ഇതാണ് കയ്യിലിരിപ്പ്. ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വർത്തമാനം, ഈ രീതിയിലുള്ള മർക്കടമുഷ്ടി, ഈ രീതിയിലുള്ള തോന്നിയാസവും ഭീകരതയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ അടി വാങ്ങിച്ചു കൂട്ടുന്നത്. നിങ്ങൾ എന്തിനായി പിന്നെ ഈ നാണമില്ലാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, കണ്ടിട്ട് ഇതിന് തെറി വിളിക്കുന്നു? ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോകൂ. അല്ലെങ്കിൽ മാന്യമായിട്ട് എന്നെ ചീത്ത വിളിച്ചോ. പക്ഷേ ഈ പച്ച തെറി വിളിക്കുക എന്നൊക്കെ പറയുന്നത് നിന്റെ സംസ്കാരം മാത്രമാണ് കാണിക്കും. ഞാൻ ഒരു തെറി ഞാൻ ആരും വിളിച്ചിട്ടില്ല, അതെൻ്റെ സംസ്കാരമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി ഫേസ്ബുക്കിൻ്റെ കോമൻറ്റ് ബോക്സ് പൂട്ടിയ പോലെ 2-3 ദിവസം കൂടെ ഞാൻ നോക്കും. ഇനിയും തെറി വിളിക്കാൻ ഭാവമെങ്കിൽ ഞാൻ കോമൻറ്റ് ബോക്സ് അങ്ങ് പൂട്ടി വയ്ക്കും, അത്രേ ഉള്ളൂ. ആരെങ്കിലും വല്ല വിമർശിക്കുവാണെങ്കിൽ വിമർശിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ തുറന്ന് വെച്ച് കോമൻറ്റ് ബോക്സ്. വേണമെങ്കിൽ എനിക്ക് 3 ആഴ്ച മുമ്പ് എനിക്കത് പൂട്ടി വയ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇനി ഈ പറയുന്ന പോലെ പച്ചത്തെറിയാണ് ഈ കോമൻറ്റ് ബോക്സിൽ വന്ന് വിളിച്ച് പറയുന്നതെങ്കിൽ, ഉത്തമ സമുദായക്കാർ ഇനി പച്ചത്തെറിയാണ് വിളിച്ച് പറയാൻ പോകുന്നതെങ്കിൽ കോമൻറ്റ് ബോക്സ് പൂട്ടി വയ്ക്കും എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഞാൻ ഇവൻ്റെ ഒന്നും നിങ്ങളുടെ 5 പൈസ വാങ്ങിച്ചിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഏതോ ഒരു സ്വാമിയുടെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഞാനും അയാളും ഒരുപോലെയാണെന്ന് പറഞ്ഞു. ആ സ്വാമി ആ വീഡിയോയിൽ പറയുന്ന പച്ചത്തെറിയാണ്, മുസ്ലിമുകളെ വെറും പച്ചത്തെറിയാണ് വിളിക്കുന്നത്. ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചില്ല, കാരണം അതെൻ്റെ സംസ്കാരമല്ല. അതുകൊണ്ട് സ്വാമി ചെയ്യണമെന്നും എൻ്റെ തലയിൽ വെച്ച് കെട്ടണ്ട. അയാൾക്കെന്തോ വീട് വെച്ച് കൊടുത്തു, ആരോ വീട് വെച്ച് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല. നിങ്ങൾ അയാൾക്ക് വീട് വെച്ച് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് വട്ടാന്നർത്ഥം, തലയ്ക്ക് സുഖമില്ല. വഴിയെ പോകുന്നവർക്ക് വീട് വെച്ച് കൊടുക്കാനാണോ നിങ്ങൾ പോകുന്നത്? അയാളാരോ നിങ്ങളുടെ അമ്മാവനും. എന്നിട്ട് അത് എൻ്റെ നേരെ ചാടുന്നതിൻ്റെ, ഞാൻ കഷ്ടപ്പെട്ട എൻ്റെ വീട് വെച്ചത്, അല്ലാതെ ഞാൻ ഒരുത്തിൻ്റെ നക്കാപ്പിച്ച വാങ്ങിയിട്ടില്ല എൻ്റെ വീട്. അതുകൊണ്ട് നിങ്ങൾ ഈ കുറച്ച് ചാടുന്ന എൻ്റെ നേരെ ചാടണ്ടെന്ന് പറയും. മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് മര്യാദപൂർവ്വം കമൻറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പച്ചത്തെറി, ഉത്തമ സമുദായം ഇനി പച്ചത്തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും 2 ദിവസം കൂടി ഞാൻ നോക്കും. അത് കഴിഞ്ഞാൽ കോമൻറ്റ് ബോക്സ് ഞാൻ പൂട്ടും എന്നുള്ള കാര്യം നിങ്ങളോട് പറയുകയാണ്. എൻ്റെ ആവശ്യം, ഇങ്ങനെയുള്ള ഈ തെറി പറയാൻ വരുന്നവരെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ പോകും. നാണമില്ലാതെ എന്തിന് കടിച്ചു തൂങ്ങുന്നു? ഞാൻ വീണ്ടും ചോദിച്ചു, ഇത് കേട്ടാലെങ്ങനെ നാണം ഉണ്ടാവട്ടെ എന്ന് ഓർത്തതാ. പ്ലീസ് ഒന്ന് ഒഴിവായി തരൂ എന്നാണ് ഞാൻ പറയുന്നത്. താല്പര്യമില്ലാത്തവർ കാണണ്ട. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി കോമൻറ്റ് ബോക്സ് അങ്ങ് പൂട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഗോവധ നിരോധനം ബംഗാളിൽ നടപ്പിലാക്കിയതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഗോവധ നിരോധനം ബംഗാളിൽ മാത്രമല്ല, ഇപ്പോൾ അത് തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയത് സർക്കാരല്ല, ഹൈക്കോടതിയാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ തമിഴ്നാട്ടിലെ കാര്യം ബഹുരസമാണ്.
കാരണം ഈ പരാതിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയ ആളുടെ ആവശ്യം ബക്രീദ് പ്രമാണിച്ച് പശുവിനെ അറക്കരുത് എന്നുള്ളത് മാത്രമായിരുന്നു. ഹൈക്കോടതി പറഞ്ഞു ഇത് ബക്രീദ് പ്രമാണിച്ച് മാത്രമല്ല, ഇനി അങ്ങോട്ട് പശുവിനെ അറക്കുകയേ വേണ്ട. കാരണം 3 സുപ്രീം കോടതി വിധി ഇതിന്റെ പേരിൽ നിലവിലുണ്ട്, അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഇനി അങ്ങോട്ട് ആരും പശുവിനെ അറക്കണ്ട എന്ന് തമിഴ്നാട്ടിൽ ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, തമിഴ്നാട്ടിലെ കാര്യം അധികം പറയുന്നില്ല. കാരണം ഒരു ഫൈനാലിറ്റി വരണം എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി പറയേണ്ടത്. കാരണം ഇനി ഈ പറയുന്ന ആളുകൾ പശുവിനെ അറക്കാനുള്ളത് ഞങ്ങളുടെ ഭരണഘടനാ അവകാശമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോകും. അപ്പോൾ സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞിട്ട് അവരെന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് സുപ്രീം കോടതിയിലെ കാര്യം പറയാം. തൽക്കാലം നമുക്ക് ബംഗാളിലെ കാര്യം സംസാരിക്കാം. ബംഗാളിൽ പണ്ട് മുതലുള്ള ഒരു ചടങ്ങാണ് ഇപ്പം പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് പശുവിനെ അറക്കുക എന്നുള്ളത്. അത് ഈ ഈദും ബക്രീദും അങ്ങനെയുള്ള ഈ മുസ്ലിം ആഘോഷങ്ങളുടെ സമയത്ത് അത് വളരെ പരസ്യമായിട്ട് തന്നെ നടക്കുകയും ചെയ്യും. ഇതൊന്നും ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ഒരുതരം മസിൽ ഫ്ലെക്സിംഗ് ആണ്. ഈ മമതാ ബാനർജിയുടെ സമയത്ത് ഈ മുസ്ലിമുകൾ അവിടെ വളരെ സംഘടിതരായിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ ആളാണ്, ആരും ചോദിക്കാനും പറയാനുമില്ല, നിയമമൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഒരു അഹംഭാവം, ഒരു തലക്കനോ ഒരു മസിൽ ഫ്ലെക്സിങ്ങോ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പശുവിനെ പബ്ലിക്കായിട്ട് അറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിലിട്ട് അറക്കുക, ഈ ആളുകളുടെ മുന്നിൽ വെച്ച് അറക്കുക, എന്നിട്ട് ഈ തലയെല്ലാം വെട്ടി അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുക, അതിൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ തുറിച്ച്, അത് വളരെ ഭീകരം, ചിന്തിക്കുമ്പോൾ തന്നെ ഭീകരമായിട്ടുള്ള രീതിയിൽ ആ രീതിയിലുള്ള തോന്നിയാസങ്ങൾ കാണിക്കാറുണ്ട് ബംഗാളിൽ. ഇപ്പോൾ തൽക്കാലം മമതാ ബാനർജി ഉണ്ടായിരുന്ന സമയത്ത് അവരത് കൃത്യമായിട്ട് ആ അവസരം ഉപയോഗിച്ചിരുന്നു. കാരണം മമതാ ബാനർജി ഒന്നും മിണ്ടില്ല. ഇപ്പോൾ അത് സുവേന്ദു അധികാരി വന്നതോടെ ഇവന്മാരെല്ലാം വരച്ച വരകൾ നിർത്തി ഇപ്പോൾ ഗോവധം തന്നെ അങ്ങ് നിരോധിച്ചിരിക്കുക. ഇനി ധൈര്യമുള്ളവർ പശുവിനെ പബ്ലിക്കായിട്ടൊന്ന് അറുത്ത് കാണിക്കട്ടെ എന്ന് നമ്മുടെ സുവേന്ദു അധികാരി തന്നെ ഇപ്പോൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. കോടതിയിൽ പോയി എന്താണെന്ന് വെച്ചാൽ അയ്യോ ബക്രീദ് വരുന്നു, ബക്രീദിനെ പശുവിനെ അറുത്തില്ലെങ്കിൽ മോക്ഷം കിട്ടില്ല എന്നുള്ളതാണ് ചിലർ പറയുന്നത്. അതുകൊണ്ട് ബക്രീദ് വരുന്നു, എത്രയും പെട്ടെന്ന് ഈ അർജന്റ് ഹിയറിംഗ്, പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പരാതി കേൾക്കണം, ഞങ്ങൾക്ക് ബക്രീദ് വരുമ്പോൾ പശുവിനെ അറുത്തേ തീരും, അല്ലെങ്കിൽ നരകത്തിൽ പോകും എന്നുള്ള രീതിയിലാണ് കോടതിയോട് പോയി പറയുന്നത്. കോടതി പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. കാരണം ഈ പശുവിനെ അറക്കുക എന്ന് പറയുന്നത് ഉത്തമ സമുദായം ആവാൻ വേണ്ട ഒരു ക്വാളിറ്റി ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആവണം എന്നുണ്ടെങ്കിൽ പശുവിനെ അറക്കണം എന്നുള്ള ഒരു നിർബന്ധമല്ല. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ERP എന്നുള്ളതാണ് സുപ്രീം കോടതി ഉപയോഗിച്ചിട്ടുള്ളത്. ഇസ്ലാം മതത്തിൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല ഗോവധം. പശുവിനെ അറക്കാത്തവനും മുസ്ലിമാണ്. രണ്ട് പശുവിനെ കൂടുതൽ അറുത്തു എന്ന് പറഞ്ഞവൻ കൂടിയ രീതിയിലുള്ള മുസ്ലിം ആവുകയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതുകൊണ്ട് ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അത് ആ മതത്തിൻ്റെ കെട്ടുറപ്പിനെ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും, ആ മതത്തിൻ്റെ സ്വത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റിയെ ബാധിക്കും. അതായത് 5 നേരം നിസ്കരിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം ആവില്ല, അത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ്. സിഖുകാർ ഈ തലക്കെട്ട് കെട്ടിയില്ലെങ്കിൽ അവർ സിഖുകാരാവില്ല എന്നുള്ളത്, മാമോദിസ വെള്ളം വീണില്ലെങ്കിൽ കത്തോലിക്കനാവില്ല എന്നുള്ളതൊക്കെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്. പക്ഷേ പശുവിനെ അറത്തില്ലെങ്കിൽ ഞാൻ മുസ്ലിം ആവില്ല എന്ന് സുപ്രീം കോടതി പറയും. അതുകൊണ്ട് പെട്ടെന്ന് അർജന്റായിട്ട് ഇത് ഹിയറിംഗ്, ഞങ്ങളുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഇവിടെ ലംഘിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. ഇതങ്ങനെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല, അങ്ങനെ ഈ ബക്രീദിന് മുമ്പായിട്ട് ഇതിൻ്റെ ഹിയറിങ്ങിൻ്റെ ഒരാവശ്യമില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജ്യോതിമാല ബാഗ്ചി പറഞ്ഞു. കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ ഒരു വലിയൊരു മതേതര പോരാളി റിജിൽ മാക്കുറ്റി, ഈ വിദ്വാൻ പരസ്യമായിട്ട് ഒരു പശുക്കുട്ടിയെ, അതും പശുക്കുട്ടിയാണ്, പശുക്കുട്ടിയെ അറുത്തത് കണ്ണൂർ എവിടെ വെച്ചിട്ട് അത് വലിയ വാർത്തയായിരുന്നു. കോൺഗ്രസ്സുകാർ ഇങ്ങനെയാണല്ലോ, മുസ്ലിമുകളെ അപ്പീസ് ചെയ്യാൻ വേണ്ടി, മുസ്ലിമുകളെ മണിയടിക്കാൻ വേണ്ടിയിട്ട് പശുവിനെ അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ കുട്ടിയെ പരസ്യമായിട്ട് അറക്കുക എന്നുള്ളതാണോ മുസ്ലിമുകളുടെ പ്രീതി വാങ്ങിക്കൂട്ടാനായിട്ടുള്ള ഒരു എളുപ്പമാർഗം? എനിക്കറിയില്ല. ഏതായാലും മുസ്ലിമുകളെ പ്രീതിപ്പെടുത്താനായിട്ട് അന്ന് ആ ബീഫിൻ്റെ പ്രശ്നങ്ങളെല്ലാം വന്നല്ലോ, വിവാദമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിമുകൾക്കൊപ്പം നിൽക്കാനായിട്ട്, ഇസ്ലാമോഫോബിയക്കെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് കാണിച്ചതാണ് ഒരു പശുക്കുട്ടിയെ പരസ്യമായിട്ട് അവൻ വെട്ടിക്കൊന്നു. ഈ റിജിൽ മാക്കുറ്റി എന്ന് പറയുന്ന അലവലാതി. നോക്കൂ എത്രമാത്രം നീചനാന്ന് നോക്കൂ. ഒരു പശുക്കുട്ടിയെ പരസ്യമായിട്ട്, എല്ലാവരും കൊല്ലുന്നുണ്ട് ഈ ആവശ്യങ്ങൾക്ക് കേട്ട്, പക്ഷെ പരസ്യമായിട്ട് ഇങ്ങനെ പ്രതിഷേധത്തിന് വേണ്ടി ഒരു പശുക്കുട്ടിയെ കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ ഉള്ളിലുള്ള താലിബാന്റെ മനസ്സാണ് എന്ന് ഞാൻ പറയും. ഈ തീവ്രവാദികൾക്ക് പറ്റിയ പാർട്ടിയാണ് ആ രീതിയിൽ നോക്കി കഴിയുമ്പോൾ. മനുഷ്യനെ തലവെട്ടിക്കളാണ് കണ്ടിട്ടില്ല. ബീഫ് കഴിക്കാനുള്ള മൗലികാവകാശത്തിന് വേണ്ടി റിജിൽ മാക്കുറ്റി ചെയ്ത പണിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതുകൂടാതെ ബംഗാളിലെ സുവേന്ദു അധികാരിയുടെ സർക്കാർ വേറൊരു പരിപാടിയും കൂടെ ഇപ്പം നടപ്പിലാക്കുന്നുണ്ട്. BJP സർക്കാർ ബംഗ്ലാദേശിൽ നിന്ന് വന്ന അനധികൃതരായ കുടിയേറ്റക്കാർ അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാരെ എല്ലാം കൂട്ടത്തോടെ പറഞ്ഞു വിടുകയാണ്. അത് ബഹുരസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും നിർബന്ധിച്ച് പറഞ്ഞു വിടേണ്ട കാര്യമില്ല, എല്ലാവരും വോളണ്ടറിലി പോവുകയാണ്. എല്ലാവരും ഞങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾ പോവുകയാണ്. കാരണം മമതാ ദീദി ഭരിച്ചിരുന്ന സമയത്ത് ഇവരെല്ലാം രാജാക്കന്മാരായിരുന്നു, അഴിഞ്ഞാടാനായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സുവേന്ദു അധികാരി വന്നതോടെ എൻ്റെ പൊന്നേ ഞങ്ങൾ ബംഗ്ലാദേശിലേക്ക് പൊക്കോളാം, അവിടെയാണ് സ്വർഗം എന്ന് പറഞ്ഞ കാരണം ബംഗാളിൽ ഇനി അഴിഞ്ഞാടാൻ നിവൃത്തിയില്ല ഈ ഭീകരന്മാർക്ക് അല്ലെങ്കിൽ ഈ നുഴഞ്ഞു കയറ്റക്കാർക്ക്. ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ട് എന്തെല്ലാം തോന്നിയാസങ്ങളാണ് ഇവർ അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്.
ചെറിയ ചെറിയ ക്രൈമുകൾ, പിടിച്ചുപറി, മോഷണം പോലുള്ള കാര്യങ്ങൾ മുതൽ ഡ്രഗ് ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പിന്നെ സ്ത്രീകളെ അപമാനിക്കുക, അങ്ങനെയുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യും. മമതാ ബാനർജി ഭരിച്ചിരുന്ന സമയത്ത് പോലീസിന് കാശ് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് എല്ലാ എൻജോയ്മെൻറ്റും കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ച് ബാംഗ്ലാദേശിലേക്ക് പോവുകയും ചെയ്യാം. പിന്നെ കാശുള്ളപ്പോൾ വീണ്ടും വന്നിട്ട് ഇന്ത്യയെ മുടിപ്പിക്കാനായിട്ട് തിരിച്ചു വന്നിട്ട് ഈ പണിയെല്ലാം ചെയ്യാം. പക്ഷേ ഇനി അത് നടക്കില്ല. അതുകൊണ്ട് ഇവരെല്ലാം തിരിച്ചു പോകാനായിട്ട് ഇപ്പോൾ സുവേന്ദു അധികാരി ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തിരിച്ചു പോയിക്കൊള്ളുക. അപ്പോൾ ഇത് ഇപ്പോൾ 24 നോർത്ത് പർഗാനാസിലെല്ലാം ആ ബോർഡർ ഏരിയയിലെല്ലാം ആളുകളുടെ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. ഇവരെ ആരും തിരിച്ചെടുക്കാനായിട്ട് ബാംഗ്ലാദേശിന് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവരെല്ലാം ബാംഗ്ലാദേശ് പൗരന്മാരാണ്, ഇന്ത്യക്കാരല്ല. ഇത്രയും കാലം ഇവർക്കെല്ലാം വോട്ടേഴ്സ് ID ഉണ്ട്, ആധാർ കാർഡുണ്ട്, അങ്ങനെയുള്ള എല്ലാ റേഷൻ കാർഡുണ്ട്, എല്ലാം ഉണ്ട്. മമതാ ദീദി എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. മമതാ ദീദി അതുപോലെ ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്നപ്പോഴും എല്ലാം ഇതെല്ലാം ചെയ്തു കൊടുത്തിരുന്നു. അതെല്ലാം ഉള്ള ആളുകളാണ് ബാംഗ്ലാദേശ് പൗരന്മാർ. ബാംഗ്ലാദേശിന് എടുക്കാനായിട്ട്, ഇവരെ തിരിച്ചെടുക്കാനായിട്ട് പ്രയാസമില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇവരെല്ലാം അവിടുത്തെ പൗരന്മാരാണ്. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചെടുക്കാൻ പ്രയാസമില്ലാത്തത്. ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ ഈദ് ആഘോഷിക്കാനോ അല്ലെങ്കിൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഒക്കെ പോയ ബംഗാളികൾ അതിന് തിരിച്ചു വരുന്നില്ലെന്നാണ് പറയുന്നത്. അത് രണ്ട് കാരണമാണ്. ഒന്ന്, അവിടെ സുവേന്ദു അധികാരിയുടെ ആളുകൾ ഇനി, അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് ഇനി ആരും ബംഗാൾ വിട്ടു പോകേണ്ട, ആവശ്യമുള്ള ആളുകൾക്കെല്ലാം തൊഴിൽ അവിടെ കൊടുക്കാം, ഇവരാരും ഇങ്ങനെ ഇനി തെണ്ടി കിടക്കേണ്ട കാര്യമില്ല, ബംഗാളികൾക്ക് ഒരു അന്തസ്സുണ്ട്, സ്വന്തം നാട്ടിൽ ജീവിക്കുക, അന്തസ്സായിട്ട് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി തരാമെന്ന് സുവേന്ദു അധികാരികൾ പറയുന്നു. അപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള ബംഗാളികൾ ഇനി ബംഗാൾ വിട്ട് പുറത്തു പോകാനായിട്ട് ഈ കേരളത്തിലൊന്നും വന്ന ആരുടെയും മാലിന്യം എടുക്കാനായിട്ട് താല്പര്യമില്ല അവർക്ക്. അതൊന്ന്. രണ്ട്, ഇവിടെ താമസിച്ചിരുന്ന കേരളം ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം ബാംഗ്ലാദേശികളാണ്. അവരെല്ലാം നേരെ ഇനി ബാംഗ്ലാദേശിലേക്ക് തിരിച്ചു പോവുക. കാരണം ഇന്ത്യ മുഴുവൻ കറങ്ങി നടക്കാനായിട്ട് നടക്കില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇതാണ് BJP ബംഗാളിൽ അധികാരം. ഞാൻ സംഖ്യയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, അഭിമാനത്തോടു കൂടി പറയുകയാണ്, BJP ബംഗാളിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള മാറ്റങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ അനധികൃത കുടിയേറ്റക്കാരെ എല്ലാം കയ്യോടെ പൊക്കാനായിട്ട് BJPയുടെ ഒരു നയമുണ്ടല്ലോ, ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട്. ഈ അനധികൃത കുടിയേറ്റക്കാർ ആരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുക, അവരെ റെക്കോർഡ്സിൽ നിന്ന്, ഇവിടുത്തെ ഉള്ള രേഖകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക, ഒഴിവാക്കുക. എന്നിട്ട് നേരെ ഈ ബോർഡർ കടത്തി വിടുക, അതിർത്തി കടത്തി നേരെ ബാംഗ്ലാദേശിലേക്ക് വിടുക. അതാണ് ഡിറ്റക്ട്, ഡിലീറ്റ്, ഡീപോർട്ട്. അത് കൃത്യമായിട്ട് ഇപ്പോൾ ബംഗാളിലെ ഗവൺമെന്റ് ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ട് അമിത്ഷാ രാജ്യം മുഴുവൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. ഈ രാജ്യം മുഴുവൻ ഉള്ള ഇങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാർ എവിടെയെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുന്നു, എവിടെയെല്ലാം ഒളിച്ചു താമസിക്കുന്നു, ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ, അവിടെയുള്ളവരെല്ലാം ഈ അനധികൃത ബാംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പിടിക്കാനായിട്ട് ഒരു രാജ്യം മൊത്തത്തിൽ ഒരു നേഷൻ വൈഡ് കമ്മിറ്റി ഉണ്ടാക്കാനായിട്ട് അമിത്ഷാ തീരുമാനിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നില്ലേ, അങ്ങനെയുള്ള ബാംഗ്ലാദേശികളെയും അമിത്ഷായുടെ ഈ കമ്മിറ്റി പൊക്കും, നേരെ തിരിച്ച് പറഞ്ഞു വിടും. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്യൂഡോ മതേതരന്മാരുണ്ടല്ലോ, മതേതര ജനാധിപത്യ പുരോഗമന സുഗ്രീവന്മാർ അല്ലെ, ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികൾ, അയ്യോ ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനെ ആക്രമിക്കുന്നു, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കളഞ്ഞ് നിലവിളിക്കുന്നത് നമുക്ക് കാണാം. ഈ ബാംഗ്ലാദേശികളെ, നുഴഞ്ഞുകയറ്റക്കാരെ എല്ലാം സ്നേഹിക്കുന്ന കുറച്ചിട്ടുള്ള മുസ്ലിം പ്രേമം മതി എന്ന് ഞാൻ പറയും. കാരണം രാജ്യമാണ് പ്രധാനം, അല്ലാതെ മതേതരത്വമല്ല. ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്. എല്ലാ ശുദ്ധ ഉടായ്പകൾക്കും കൂട്ടുനിൽക്കുന്ന മതേതരത്വം ഇനി ഇന്ത്യക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. ഞാൻ സംഖ്യയായി സമാധാനമല്ല. രാജ്യത്തിന്റെ നിലനിൽപ്പ് പ്രധാനമാണെന്നുള്ള രീതിയിൽ സത്യം പറയുമ്പോൾ അവൻ സംഖ്യയാണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്നേ, പ്രൗഡ് സംഖ്യ എന്ന് തന്നെ പറയാം. അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഈ രാജ്യത്തിനെ മുടിപ്പിക്കാനായിട്ട് വരുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരും ഭീകരന്മാർക്കും ഓശാന പാടം കിട്ടുന്ന മതേതര പട്ടം എൻ്റെ പട്ടിക്ക് പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഇനിയും നാണമില്ലാതെ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇങ്ങനെ അനാവശ്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർ ഈ ചാനൽ കണ്ട് ഈ കോമന്റ് ബോക്സിൽ വന്ന് തെറി പറയാനായിട്ട് ദയവ് ചെയ്ത് ആരും നിൽക്കരുത്. നാണം എന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ പുറത്താക്കാനായിട്ട് ഞാൻ കോമന്റ് ബോക്സിൽ പോടേണ്ടതായിട്ട് വരും എന്നുകൂടി പറയുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്ത, ഞാൻ സംഖ്യയായി തിരിച്ചറിഞ്ഞ് ബോധക്കേട് വരുന്ന ആളുകൾക്ക് എല്ലാം ഒഴിഞ്ഞു പോകാം. ദയവ് ചെയ്ത് ഒഴിവായി തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.